ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കിടിലൻ ടേസ്റ്റിലുള്ള ഒരു പൊട്ടറ്റോ മസാലയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും പുരിക്കുമൊക്കെ ബെസ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള 4 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി നികക്ക വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനൊരു മസാല തയ്യാറാക്കണം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ എള്ള്, ഒരു 4 വറ്റൽമുളക്, 4 5 വറ്റൽമുളക് അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാം. നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇത് ഒരു അര മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. എള്ളല്ലെങ്കിൽ ഒരുപാടങ്ങ് മുരിഞ്ഞു പോകും. എള്ളൂടെ ചേർത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ വാങ്ങി ഇത് തണുക്കുന്നതിനായിട്ട് വയ്ക്കാം. അപ്പം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കുന്നതിനായിട്ട് വയ്ക്കാം. ഇനി ഒരു സവാള കനം കുറച്ചരിഞ്ഞത്, 3-4 വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇപ്പം മിക്സിയുടെ ബൗളിലിട്ട് തരിതരിപ്പായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പാനിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് വഴറ്റാം. വെളുത്തുള്ളി ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം. അപ്പം നമുക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റാം. ഇനി നമുക്ക് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പൊട്ടറ്റോ മസാലയാണിത്. നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണിത്. അപ്പോൾ നമുക്ക് സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം ഒന്ന് മൂത്ത് വരണം. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി സവാള വഴന്ന് വരണം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആ പൊട്ടറ്റോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. അതുകൂടെ ചേർത്ത് നമുക്ക് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്കിതിലും ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളം ഇച്ചിരി കൂടെ കുറച്ച് ചേർക്കണം. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെന്ത് പോകാതെ നോക്കണം ഉരുളക്കിഴങ്ങ്. വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പൊടിച്ച് വെച്ച് തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ച മസാല നമ്മൾ ഈ സമയത്താണ് ചേർക്കുന്നത്. നല്ല മണമുള്ള മസാലപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ആ മസാല നേരത്തെ തയ്യാറാക്കി വെക്കുന്ന മസാലപ്പൊടിയിലും നല്ല ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങാം. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ ഈ പൊട്ടറ്റോ മസാല നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക്